Hi friends, welcome to Roshni's vlog. ഇന്ന് നമ്മൾ ഒരു വെണ്ടയ്ക്ക സ്റ്റൂ ആണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂടെ എന്നല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ വെണ്ടയ്ക്ക കഴുകി നല്ല വാലയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം എല്ലാം തോർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് അരിയുന്ന പോലെ ചെറുതാക്കിയല്ല, കുറച്ച് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ വെണ്ടയ്ക്ക മൂത്താണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കയുടെ അറ്റം ഇങ്ങനെ ഒടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഒടിയുന്നുണ്ടെങ്കിൽ അത് മൂത്തതല്ല, നല്ല എളപ്പനാണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എളപ്പൻ വെണ്ടയ്ക്കയാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. കുറച്ച് നീളത്തിൽ വേണം അരിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വെജിറ്റബിൾസൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കിന് അതിന് വിഷമൊക്കെ അടിച്ചിട്ടാണ് ഇവിടെയൊക്കെ കിട്ടാറ്. അപ്പം നമ്മൾ വെജിറ്റബിൾസ് കഴുകി എടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കഴുകിയെടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇവിടെ കറുത്ത് കാണുന്നുണ്ട്, പുഴുവൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. നമ്മൾ വെണ്ടയ്ക്ക എല്ലാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവോള, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ 3-4 പച്ചമുളക്. പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കും. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക വാടി വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളൊരു വെണ്ടയ്ക്ക എടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കുക. അത് ഞെങ്ങ് കൊള്ളുന്നുണ്ടെങ്കിൽ അത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോയും വെണ്ടയ്ക്കായും ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാതെ നമുക്ക് ചെറുതായിട്ട് വാട്ടിയെടുത്താൽ മാത്രം മതിയാവും. ഈ ടൊമാറ്റോയും കൂടെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കായും തക്കാളിക്കായും ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മസാലയൊക്കെ ചേർത്ത് ഇളക്കി വരുമ്പോഴത്തേക്കിന് ഈ വെണ്ടയ്ക്കയും തക്കാളിക്കയും ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഉടഞ്ഞു പോവും. അപ്പം അങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതെടുത്ത് ഇപ്പം മാറ്റി വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാല മൂപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുരുമുളക് പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മസാല എല്ലാം മൂത്ത് വന്ന് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് 2-ാം പാലാണ്. ഇപ്പോൾ 2-ാം പാൽ നമ്മുടെ തേങ്ങയുടെ 2-ാം പാൽ എടുക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ തേങ്ങാ പാൽപ്പൊടി കിട്ടും. അപ്പോൾ ആ പാക്കറ്റിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വെള്ളം നീട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് ജസ്റ്റ് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കറി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1-ാം പാല് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് ഒരു തിള വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും വറ്റമുളകും ഒക്കെ ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് കടുക് ചേർക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. എൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി വെണ്ടയ്ക്ക സ്റ്റൂ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.